പന്തളം നഗരസഭയിൽ ബിജെപിയിലെ ആഭ്യന്തര കലഹം തുടരുന്നു. സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉൾപ്പെടെയാണ് കൗൺസിലർമാരുടെ പ്രതിഷേധം. അതേസമയം നഗരസഭയിലെ ബിജെപി ഭരണത്തിന് അന്ത്യം കുറിക്കാനായത് രാഷ്ട്രീയ നേട്ടമായിട്ടാണ് സിപിഐഎം കാണുന്നത്. ബിജെപി ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരമായിരുന്നു നഗരസഭാ അധ്യക്ഷയുടെയും ഉപാധ്യക്ഷയുടെയും രാജി. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് രാജിയെന്നായിരുന്നു ബിജെപി ജില്ലാ പ്രസിഡന്റിന്റെ വാദം. അവിശ്വാസ പ്രമേയം തന്നെയാണ് രാജിയിലേക്ക് നയിച്ചതെന്ന് ബിജെപി കൗൺസിലർ കൂടിയായ ബെന്നി തുറന്നു സമ്മതിച്ചു. ഇതോടെ ബിജെപി ജില്ലാ നേതൃത്വം പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. കൈരളി ന്യൂസിന്റെ സംവാദ പരിപാടിയിലാണ് ബെന്നിയുടെ പ്രതികരണം. ഞങ്ങളല്ലല്ലോ പ്രതിസന്ധി പറഞ്ഞു, അവിടുത്തെ പ്രതിപക്ഷം ഇത് കൊണ്ടുവന്നു, ഞങ്ങളുടെ ഒരാൾ അതിനകത്ത് ഒപ്പിട്ടു, അതുകൊണ്ട് പിന്നെ അവിശ്വാസം വന്നു, അത്രേ ഉള്ളൂ. അപ്പം പാർട്ടി എല്ലാ സംവിധാനങ്ങളും ചേർന്നാണല്ലോ, അപ്പം തീർച്ചയായിട്ടും അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവര് സ്വയം രാജിവെച്ചു, അത് പാർട്ടി അനുവാദം തന്നു, രാജിച്ചോളം പറഞ്ഞു, അടുത്ത ആളിനെ തെരഞ്ഞെടുക്കും. വ്യക്തമായ ഭൂരിപക്ഷമുണ്ടായിട്ടും അവിശ്വാസ പ്രമേയത്തെ നേരിടാൻ ബിജെപിക്ക് സാധിച്ചില്ല. ഇതിനെ രാഷ്ട്രീയ വിജയമായാണ് സിപിഐഎം കണക്കാക്കുന്നത്. ഒരു ഭരണത്തിന്റെ ഒരു വ്യക്തമായ ഭൂരിപക്ഷമുണ്ടായിട്ടും ഒരു ഭരണം എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാത്ത പിടിപ്പുകേടിന്റെ ഉദാഹരണമാണ് പന്തളത്തെ ജനങ്ങൾ പിന്നെ കണ്ടത്. അപ്പൊ ഇത്തരം പശ്ചാത്തലത്തിൽ പന്തളത്ത് പട്ടികജാതി വികസനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാർ താമസിക്കുന്ന ഒരു പ്രദേശവും തരത്തിൽ ആ പട്ടികജാതി വികസനത്തിന് വേണ്ടി ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് പദ്ധതി വിഹിതമായി അനുവദിച്ച പൈസ 5 പൈസ ചെലവാക്കാതെ 2 വർഷം പോയി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാലയളവിൽ നിരന്തരം ഈ നെറികേടുകൾക്കെതിരെയുള്ള പ്രക്ഷോഭമായിരുന്നു LDFന്റെ നേതൃത്വത്തിൽ അവിടെ നടന്നത്. പ്രക്ഷോഭങ്ങളുടെ പരിസമാപ്തിയാണ്. BJPക്ക് അകത്ത് തന്നെ ഇത് മുമ്പോട്ട് പോകാൻ കഴിയില്ല, ഈ നാറിയ ഒരു ഭരണവുമായി മുമ്പോട്ട് പോയാൽ ആ ഭരണത്തെ പിന്തുണയ്ക്കുന്ന കൗൺസിലർമാരുടെ തന്നെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുമെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഈ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായത്. സംസ്ഥാനത്ത് BJP ഭരണം നടത്തിയിരുന്ന 2 നഗരസഭകളിൽ ഒന്നാണ് പന്തളം. പാലക്കാട് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പന്തളത്തെ ആഭ്യന്തര കലഹം BJP സംസ്ഥാന നേതൃത്വത്തിനുൾപ്പെടെ തലവേദനയായിരിക്കുകയാണ്. കെ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന BJP ജില്ലാ അധ്യക്ഷന്റെ നടപടികൾക്കെതിരെയും കടുത്ത പ്രതിഷേധമാണ് BJP പ്രവർത്തകർക്കുള്ളത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.